Hello dear students, welcome back to ISK English. Okay dear students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയാം നമ്മളെ ലാസ്റ്റ് ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷൻ ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ലാസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി ഓക്സിലറീസിൻ്റെ യൂസസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഹാവ് എന്നുള്ളത് ഓക്സിലറി വെർബ് എന്ന നിലക്കുള്ള യൂസാണ് നമ്മളെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാവ് എന്നുള്ളത് പ്ലൂരൽ ആയിട്ടുള്ള രൂപമാണ്. ഹാവിൻ്റെ സിംഗുലർ ആയിട്ടുള്ള രൂപം, അതായത് എസ് ഫോം ആണ് ഇത് ഹാസ്. അതുപോലെ തന്നെ ഹാവിൻ്റെ പാസ്റ്റ് ഫോം ആണ് ഇത് ഹാഡ്. കേട്ടോ, ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഹാവ് എന്നുള്ളത് വെർബായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. വെർബായിട്ട് യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വെർബായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് പ്ലൂരൽ ഫോം വരുന്നത് ഹാവ്, അതുപോലെ തന്നെ എസ് ഫോം വരുന്നത് ഹാസ്, അതായത് V1 ആയി. V2 വരുന്നത് ഹാഡ്, അതുപോലെ തന്നെ V3 വരുന്നത് ഹാഡ്. ഇത് തന്നെയാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ കേട്ടോ. ഇനി നമ്മൾ ഇത്തരത്തിൽ മെയിൻ വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ വരുന്ന യൂസസ്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് നമ്മുടെ ക്ലാസ്സിലേക്ക് നമുക്ക് നേരെ പോവാം. ഫസ്റ്റ് യൂസ് എന്ന് പറയുന്നത് ഹാവ് മീൻസ് ടു പൊസസ് ഓർ ടു ഓൺ സംതിങ്. ഫസ്റ്റ് ഹാവ് എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുന്നത് ഏതർത്ഥത്തിലാണ്? പൊസസ് സംതിങ്, പൊസസ് അല്ലെങ്കിൽ ഓൺ സംതിങ്. ഓണ്, OWN. ഓൺ എന്ന് പറഞ്ഞാൽ എന്താ? ഓണർ, സ്വന്തമായിട്ടുണ്ടാവുക. പൊസസ്, ഉടമസ്ഥതയിൽ ഉണ്ടാവുക. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്ന് പറയാം. നമുക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക്, ആർക്കായിക്കോട്ടെ. ഇപ്പൊ എക്സാമ്പിള്, ഷീ ഹാസ് എ റെഡ് കാർ. ഹാസിന്റെ അർത്ഥം അവിടെ ഉണ്ട് എന്നാണ്. പൊസസ്, ഓണ്, ഓണർ. ഷീ ഹാസ് എ റെഡ് കാർ. അതുപോലെ തന്നെ അടുത്തത് ഹി ഹാസ് എ പിയാനോ. അപ്പൊ ഇവിടെ ഹാസ് എന്നുള്ളത് രണ്ട് സെന്റൻസിലും മെയിൻ വെർബാണ്, രണ്ടിലും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെന്റൻസുകളിൽ മറ്റു വെർബില്ല. ഇവിടെ മെയിൻ വെർബായിട്ടാണ് മീനിങ് വരുന്നത്. ഓൺ എന്നുള്ളതാണ്. ഓൺ, OWN, ഉണ്ട് എന്നർത്ഥം. അടുത്തൊരു യൂസ് വരുന്നത് ഹാവ് ഈസ് യൂസ്ഡ് വിത്ത് ഡു ടു ഇൻഡിക്കേറ്റ് ഹാബിച്വൽ ആക്ഷൻ. എന്താ ഹാബിച്വൽ ആക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശീലങ്ങൾ. അപ്പൊ ശീലങ്ങൾ കാണിക്കുന്നതിന് വേണ്ടി ഹാവ് ഉപയോഗിക്കും. പക്ഷെ ഹാവ് തനിച്ചല്ല ഉപയോഗിക്കുന്നത്. ഹാവ് പ്ലസ് ഡു എന്നുള്ളതും കൂടി ചേർത്തിട്ടാണ് ഉപയോഗിക്കുക. ഹാവ് പ്ലസ് ഡു എന്നുള്ളത് കേട്ടോ. ഹാവ് വിത്ത് ഡു, ഹാവിൻ്റെ കൂടെ ഡു കൂടി ഉണ്ടായിരിക്കും എന്നിട്ട് കാണിക്കുന്നത് ഹാബിച്വൽ ആക്ഷൻസ്. ഫോർ എക്സാമ്പിൾ, ഡു യു ഹാവ് ഹീറ്റ് വേവ്സ് ഇൻ മെയ്. അതായത് മെയ് മാസത്തിലെ ഉഷ്ണതരംഗം, അതായത് നമ്മൾ സാധാരണ പറയില്ലേ ഹീറ്റ് വേവ്സ്, ഉഷ്ണതരംഗം അല്ലെങ്കിൽ ചുടുകാറ്റ്, ഇല്ലേ എന്നാ ചോദിക്കുന്നത്. ഡു ദേ ഹാവ് എ ടീ ബ്രേക്ക് അറ്റ് 5 PM? 5 മണിക്ക് അവർക്ക് ടീ ബ്രേക്ക് ഇല്ലേ? അപ്പൊ ഇത് സ്ഥിരമായിട്ടുള്ളതാണ്. എന്ത്? മെയ് മാസമായി കഴിഞ്ഞാൽ ഹീറ്റ് വേവ്സ് ഉണ്ടാവും, സ്ഥിരമായിട്ടുള്ളതാണ്. അതില്ലേ എന്ന് ചോദിക്കാണ്. അതുപോലെ തന്നെയാണ് 5 മണിക്ക് ഹാബിച്വൽ ആണ് എന്ത്? ടീ ബ്രേക്ക്. ഇനി അടുത്തത് ഹാവ് ഈസ് യൂസ്ഡ് ടു ഇംപ്ലൈ ടേക്ക് എ മീൽ, ഭക്ഷണം കഴിക്കാം, ഫുഡ് കഴിക്കുക എന്ന അർത്ഥത്തിൽ ഹാവ് ഉപയോഗിക്കും. അതുപോലെ തന്നെ പാർട്ടി നൽകുക, ഈ അർത്ഥത്തിലും ഉപയോഗിക്കും. നോക്കൂ, ഞാൻ ആദ്യം പറയുന്നത് ഭക്ഷണം കഴിക്കുക എന്നുള്ള അർത്ഥമുള്ള സെന്റൻസ് കേട്ടോ. ഐ ഹാവ് മൈ ഡിന്നർ അറ്റ് 8 PM. ഞാൻ 8 മണിക്ക് എൻ്റെ ഡിന്നർ കഴിക്കുന്നു എന്നാ. ഇവിടെ നമ്മൾ ഐ ഹാവിന് നമ്മൾ ഉണ്ട് എന്ന് പറയണ്ട. കാരണം ഫുഡിന്റെ കൂടെ വരുമ്പോൾ നമുക്ക് എന്തർത്ഥം പറയാം? ടേക്ക് എ മീൽ, ഭക്ഷണം എടുക്കുന്നു, കഴിക്കുന്നു കേട്ടോ. അതുപോലെ തന്നെയാണ് മറ്റൊന്ന്, ദേ ഹാവ് എ പാർട്ടി ടുമാറോ. അതായത് പാർട്ടി നൽകുക എന്നുള്ള അർത്ഥമുണ്ട് അല്ലേ. ദേ ഹാവ് എ പാർട്ടി ടുമാറോ, നാളെ അവർക്കൊരു പാർട്ടി ഉണ്ട്. ദേ ഹാവ് എ പാർട്ടി ടുമാറോ. ഇതോടുകൂടി എന്ത് ചെയ്തു? ഹാവിന്റെ മെയിൻ വെർബായിട്ടുള്ള ഉപയോഗം കഴിഞ്ഞു. അടുത്തത് നമ്മൾ വരുന്നത് ഡു എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കുക, ഞാൻ ആദ്യം പറയട്ടെ, ഡു എന്നുള്ളത് ഓക്സിലറി വെർബായിട്ടും ഉപയോഗിക്കും, മെയിൻ വെർബായിട്ടും ഉപയോഗിക്കും. നമ്മൾ ആദ്യം നോക്കുന്നത് ഓക്സിലറി വെർബായിട്ടുള്ള ഉപയോഗമാണ്.
അപ്പോൾ ഓക്സിലറി വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ ഡു എന്നുള്ളതിന്റെ രൂപങ്ങൾ ഏതൊക്കെയാ? ബഹുവചനം ഡു, സിംഗുലർ ഡസ്, പാസ്റ്റ് ഡിഡ്, ഇത്രയേ ഉള്ളൂ, മൂന്നെണ്ണം ഉള്ളൂ. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ഉപയോഗങ്ങളൊന്ന് നോക്കാം അല്ലേ. അപ്പൊ നോക്കൂ, ഫോംസ് ഓഫ് ഡു ഏതൊക്കെയാ? ഡു, ഡസ്, ഡിഡ്. ഇനി ഇത് കഴിഞ്ഞിട്ട് വരുന്നത് ഫസ്റ്റ് യൂസ് ഡു അല്ലെങ്കിൽ ഡിഡ് പ്ലസ് ഇൻഫിനിറ്റീവ് ഫോം ഫോർ സ്പെഷ്യൽ എംഫൈസിസ്. ഡു എന്നുള്ളത് ഇൻഫിനിറ്റീവിന്റെ കൂടെ ഉപയോഗിക്കുന്നു. ഡു അല്ലെങ്കിൽ ഡിഡ് ഇൻഫിനിറ്റീവിന്റെ കൂടെ ഉപയോഗിക്കുന്നു. എന്ത് കാണിക്കാൻ വേണ്ടിയിട്ട്? എംഫൈസിസ്. എംഫൈസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു ഇൻഫിനിറ്റീവ് വെർബില്ലേ, ആ വെർബ് എന്താണോ പറയുന്നത് ആ കാര്യത്തിന് ഒരു ഊന്നൽ കൊടുക്കുക. ഞങ്ങളോട് ചോദിക്കുകയാണ് എന്താണ് ഇൻഫിനിറ്റീവ് വെർബ് എന്ന് പറഞ്ഞാൽ? വെർബിന്റെ ഒന്നാമത്തെ രൂപത്തിനാണ് എന്ത് പറയാ? ഇൻഫിനിറ്റീവ് എന്ന് പറയാം. അപ്പൊ ഈ വെർബിന്റെ ഒന്നാമത്തെ രൂപത്തിന്റെ അർത്ഥം എന്താണോ അതിന് ഊന്നൽ കൊടുക്കുന്നതിന് വേണ്ടി അതിന്റെ കൂടെ ഡു ഓർ ഡിഡ് ഉപയോഗിക്കുന്നു. ഞാനൊരു എക്സാമ്പിൾ പറയാട്ടോ. ആദ്യം പറയുന്ന എക്സാമ്പിൾ ശ്രദ്ധിക്കുക. നോക്കൂ, ഐ ഡു പ്രോമിസ്. ഇവിടെ വന്നിരിക്കുന്ന ഇൻഫിനിറ്റീവ് ഏതാ? ഇവിടെ വന്നിരിക്കുന്ന ഇൻഫിനിറ്റീവ് നിങ്ങൾ മനസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും അല്ലെ ഏതാന്നുള്ളത്. ഇവിടെ വന്നിരിക്കുന്ന ഇൻഫിനിറ്റീവ് പ്രോമിസ് എന്നുള്ളതാണ്. ഐ പ്രോമിസ് എന്ന് പറഞ്ഞാൽ എന്തുള്ളൂ? ഞാൻ വാക്ക് കൊടുക്കുന്നു. ഐ ഡു പ്രോമിസ്, അവിടെ വാക്ക് കൊടുക്കുക എന്നുള്ളതിന് ഒന്നും കൂടി എന്ത് വന്നു? ഒരു എംഫൈസിസ്, ഒരു ഊന്നല്, ഒരു സ്ട്രെസ്, ഒരു പ്രാധാന്യം വന്നു. അടിവരയിട്ട് പറയാം, അടിവരയിട്ട് പറയാം. അതാണ് ഐ ഡു പ്രോമിസ്. എന്താ? ഞാൻ വാക്ക് കൊടുക്കുന്നു, ഉറപ്പിച്ചു പറയാം. ഐ ഡു പ്രോമിസ് ദാറ്റ് ഐ വിൽ സപ്പോർട്ട് യു. ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഐ ഡു പ്രോമിസ്. പിന്നെ സംശയമല്ല, അവിടെ ഡു ആണ് ഉപയോഗിച്ചത് പ്രോമിസ് എന്ന ഇൻഫിനിറ്റീവ് ഫോമിന്റെ കൂടെ. അടുത്തതില് ഡിഡ് ആണ് വരുന്നത് കേട്ടോ, ശ്രദ്ധിക്കാം. ഷീ തിങ്സ് ഐ ഡിഡിന്റ് നോ അബൌട്ട് ഇറ്റ്. ഇവിടെ ഷീ തിങ്സ് ഐ ഡിഡിന്റ് നോ, അവിടെ അല്ല, അവിടുത്തെ ഡിഡ് നെഗറ്റീവിന് ഉപയോഗിച്ചതാ. ഷീ തിങ്സ് ഐ ഡിഡിന്റ് നോ അബൌട്ട് ഇറ്റ്. ഇതിനെ കുറിച്ച് എനിക്ക് അറിയില്ല എന്ന് ഷീ തിങ്സ്, അവൾ ചിന്തിക്കുന്നു. ബട്ട് ഐ ഡിഡ് നോ, അവിടെയാണ് ഏത് വന്നത്? ആ ഒരു എംഫൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഊന്നൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഡിഡ് അവിടെ വന്നത്. ശരിക്കും അവിടെ ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു, ബട്ട് ഐ ന്യൂ, എനിക്കറിയാമായിരുന്നു. പക്ഷെ അത് ഒന്നുകൂടെ അവൾ കരുതിയത് എനിക്കറിയില്ല എന്നാണ്, പക്ഷെ എനിക്കറിയാമായിരുന്നു. ആ അറിയാമായിരുന്നു എന്നുള്ളതിന് എന്ത് വേണം? ഒരു ഊന്നൽ കിട്ടണം. അപ്പൊ അതിന് കാരണം മൊത്തത്തിൽ ആ സെന്റൻസ് വന്നത് പാസ്റ്റ് ടെൻസിലാണ്. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? ഐ ഡിഡ് നോ. കാരണം ഡിഡിന്റെ കൂടെ നമ്മൾ V1 ഉപയോഗിക്കാൻ പറ്റും, ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബ് വിത്ത് ഡിഡും ഡു ഡസ്. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ട് അങ്ങനെ പറഞ്ഞു പോവാണ് കേട്ടോ. നോക്കൂ, ഞാൻ അടുത്തത് ടു അവോയ്ഡ് റിപ്പിറ്റേഷൻ ഓഫ് ദ മെയിൻ വെർബ്. രണ്ടാമതായിട്ട് നമ്മൾ ഡു അല്ലെങ്കിൽ ഡിഡ് ഉപയോഗിക്കുന്നത് ഒരു സെന്റൻസിന്റെ രണ്ടാമത്തെ ഭാഗം വരുമ്പോൾ ആദ്യത്തെ ഭാഗത്ത് പറഞ്ഞ വെർബ് ഉണ്ടല്ലോ, ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയുകയാണെങ്കിലും അതിൽ ആദ്യത്തെ ഭാഗത്ത് വന്നിരിക്കുന്ന മെയിൻ വെർബിന്റെ റിപ്പിറ്റേഷൻ, ദാറ്റ് മീൻസ് ആവർത്തനം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡു ഓർ ഡിഡ് ഓർ ഡസ് ഉപയോഗിക്കുന്നു. എക്സാമ്പിള്, ഷീ ലൈക്സ് റീഡിങ് കോമിക് ബുക്സ്. അവള് കോമിക് ബുക്സ് വായിക്കുന്നത് ലൈക്സ്, ഇഷ്ടപ്പെടുന്നു. ഷീ ലൈക്സ്. എന്നാൽ സോ ഡസ് ഹെർ സിസ്റ്റർ, ആരും ഇഷ്ടപ്പെടുന്നു? സോ ഡസ് ഹെർ സിസ്റ്റർ. അവിടെ നമ്മൾ അല്ലെങ്കിൽ ഇങ്ങനെ പറയണം, സോ ലൈക്സ് ഹെർ സിസ്റ്റർ. സോ ലൈക്സ് പറയണം. അപ്പൊ ആ ലൈക്സ് നമ്മൾ ഒരു വട്ടം പറഞ്ഞല്ലോ, അതിന്റെ റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എന്ത് ഉപയോഗിച്ചത്? ഡസ് എന്നുള്ളത് ഉപയോഗിച്ചത്. അപ്പൊ എന്താ പറയുന്നത്? നമ്മൾ ഉപയോഗിക്കുന്നത് അവോയ്ഡ് റിപ്പീറ്റേഷൻ ഓഫ് മെയിൻ വെർബ്. അതായത് മെയിൻ വെർബിന്റെ റിപ്പീറ്റേഷൻ, മെയിൻ വെർബിന്റെ റിപ്പീറ്റേഷൻ കേട്ടോ, റിപ്പീറ്റേഷൻ ഒഴിവാക്കുക. ഷീ ലൈക്സ് റീഡിങ് കോമിക് ബുക്സ് ആൻഡ് സോ ഡസ് ഹെർ സിസ്റ്റർ. അപ്പൊ ശരിക്കും അവിടെ റിപ്പീറ്റേഷൻ എങ്ങനെ വരിക? സോ ലൈക്സ് ഹെർ സിസ്റ്റർ. ആ ലൈക്സ് ഒഴിവാക്കിയിട്ട് സോ ഡസ് ഹെർ സിസ്റ്റർ. അതുപോലെ തന്നെ അടുത്തത്, ദേ ഡിഡിന്റ് അറ്റൻഡ് ദ ഫംഗ്ഷൻ.
ഇവിടെ ശരിക്കും എന്താ അറ്റൻഡ് അല്ലെ, ഡിഡിന്റ് അറ്റൻഡ്. അപ്പൊ അതുകൊണ്ട് ആ നെഗറ്റീവ് ആണ് അല്ലേ, അതുകൊണ്ടാണ് അവിടെ ഡിഡിന്റ് വന്നത്, ശരിക്കും അറ്റൻഡഡ്. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ആണ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടി ക്വസ്റ്റ്യൻ ടാഗിന്റെ ഫോർമാറ്റും ഫോളോ ചെയ്തുകൊണ്ട് ഡിഡ് ദേ, കാരണം ആ സെന്റൻസ് പോസിറ്റീവ് ആണല്ലോ. അപ്പൊ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തത് ക്വസ്റ്റ്യൻ ടാഗ് നമുക്ക് വേറെ ക്ലാസ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ, അതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഇവിടെ ഡിഡിന്റ് അറ്റൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നോട്ട് അറ്റൻഡഡ് ആണ് അല്ലേ. അപ്പൊ അതിന് പകരമാണ് അവിടെ ഡിഡ് വന്നത് കേട്ടോ. ഇനി അടുത്തത് നോട്ട്. Do is used in short questions to avoid repetition of lexical verb. അതുപോലെ തന്നെ yes or no questions ഉണ്ടല്ലോ, അത്തരം ഷോർട്ട് ക്വസ്റ്റ്യൻസിൽ മെയിൻ വെർബിന്റെ റിപ്പീറ്റേഷൻ, മെയിൻ വെർബിന്റെ മറ്റൊരു പേരാണ് എന്ത്, ലെക്സിക്കൽ വെർബ്. എന്താ അതിന്റെ പ്രത്യേകത എന്നറിയില്ലേ, സ്വന്തമായിട്ട് മീനിങ് ഉണ്ടാവും, ഇൻഡിപെൻഡന്റ് മീനിങ് ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇത്തരത്തിലുള്ള ലെക്സിക്കൽ വെർബിനെ ഷോർട്ട് ക്വസ്റ്റ്യൻസിൽ റിപ്പീറ്റ് ചെയ്യുന്നത് ഒഴിവാക്കുക, അതിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. എക്സാമ്പിള് നമ്മളോട് ചോദിക്കാൻ ഒരാൾ എന്നോട് ചോദിക്കാണ്, ഡു യു സിങ്, നിങ്ങൾ പാടുന്നോ? ഡു യു സിങ്, നിങ്ങൾ പാടുന്നോ? ഞാൻ പാടുമോ? ഇല്ല. അപ്പൊ ഞാൻ എന്താ പറയാ, നോ ഐ ഡോണ്ടിൽ നിർത്താം, ഐ ഡോണ്ട് സിങ് എന്ന് പറയണ്ട, റിപ്പീറ്റ് ചെയ്യണ്ട, കാരണം അതെന്താണെന്ന് മനസ്സിലാവും. ചോദിക്കുന്നുണ്ടല്ലോ ഡു യു സിങ്, നോ ഐ ഡോണ്ട്. പാടുമെങ്കിലോ യെസ് ഐ ഡു, അത്ര പറഞ്ഞാൽ മതി. കാരണം വെർബ് എന്ത് ചെയ്യണ്ട, റിപ്പീറ്റ് ചെയ്യണ്ട. റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വി ക്യാൻ യൂസ് ഡു, ഡസ് ഓർ ഡിഡ്. അടുത്തത് ഡിഡ് യു റീഡ് ദ ന്യൂസ് പേപ്പർ ടുഡേ, ഇന്നത്തെ പത്രം വായിച്ചോ? വായിച്ചു എങ്കിൽ എന്ത് പറഞ്ഞാൽ മതി, യെസ് ഐ ഡിഡ്. അവിടെ റീഡ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഒഴിവാക്കാൻ പറ്റും കേട്ടോ. ഡിഡ് യു റീഡ് ദ ന്യൂസ് പേപ്പർ ടുഡേ. ഇനി നോക്കൂ, ഇൻ കമ്പാരിസൺസ്, രണ്ട് കാര്യങ്ങൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് രണ്ട് പ്രവൃത്തികൾ കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഷീ റൺസ് ഫാസ്റ്റർ ദാൻ ഐ റൺ എന്ന് പറയണ്ട, ഷീ റൺസ് ഫാസ്റ്റർ ദാൻ ഐ ഡു. ആ റൺ എന്നുള്ളതിന്റെ റിപ്പീറ്റേഷൻ ഇവിടെ ഒഴിവാക്കാം. ഷീ റൺസ് ഫാസ്റ്റർ ദാൻ ഐ റൺ, ഞാൻ ഓടുന്നതിനേക്കാൾ. അപ്പൊ റണ്ണ് രണ്ട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യല്ലേ, നമുക്ക് ഇങ്ങനെ പറയാം. എങ്ങനെ, റിപ്പീറ്റേഷൻ ഒഴിവാക്കിയിട്ട് ഷീ റൺസ് ഫാസ്റ്റർ ദാൻ ഐ ഡു. ഷീ ഡാൻസസ് ബെറ്റർ ദാൻ ഹെർ ഫ്രണ്ട് ഡസ്. അല്ലെങ്കിൽ എങ്ങനെ പറയേണ്ടി വരും, ഷീ ഡാൻസസ് ബെറ്റർ ദാൻ ഹെർ ഫ്രണ്ട് ഡാൻസസ്. ആ രണ്ട് പ്രാവശ്യം ഡാൻസസ് പറയുന്നില്ലേ, അതില് രണ്ടാമത്തേത് നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ പകരം, കാരണം ഡാൻസസ് എന്നുള്ളത് അവിടെ വരുന്നത് യെസ് ഫോം ആണ്, കാരണം ഹെർ ഫ്രണ്ട് എന്നുള്ളത് സിംഗുലർ ആണല്ലോ അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ നമ്മൾ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് നോക്കണം അല്ലെ. സിംഗുലർ സബ്ജക്ട് സിംഗുലർ വെർബ്, പ്ലൂറൽ സബ്ജക്ട് പ്ലൂറൽ വെർബ് എന്നുള്ള റൂള് നമ്മൾ നോക്കണം അല്ലെ. അപ്പൊ അതനുസരിച്ചിട്ടാണ് എന്ത് ചെയ്തത്, ഡാൻസസ് മാറ്റിയിട്ട് ഡസ് എന്നുള്ളത് കൊടുത്തത്. ഇനി നോക്കൂ, ഡു പ്ലസ് ഇമ്പരേറ്റീവ്. ഞങ്ങളോട് ചോദിക്കാണ് എന്താ ഇമ്പരേറ്റീവ് പറഞ്ഞാൽ, നിങ്ങൾ ആ വാക്ക് കേട്ടിട്ടുണ്ടോ ഇമ്പരേറ്റീവ്? നമ്മൾ സെന്റൻസ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ഏത്, അസേർട്ടീവ്, ഡിക്ലറേറ്റീവ്, ഇൻട്രോഗേറ്റീവ്, ഇമ്പരേറ്റീവ്, എക്സ്ക്ലമേറ്റീവ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. അപ്പൊ ഇവിടെ എന്താണ് ഇമ്പരേറ്റീവ് എന്ന് പറഞ്ഞാൽ, ഇമ്പരേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിക്വസ്റ്റ് ഓർ കമാൻഡ്. എന്താണ്, റിക്വസ്റ്റ് ഓർ കമാൻഡിനാണ് എന്ത് പറയാ, ഇമ്പരേറ്റീവ് എന്ന് പറയാ, റിക്വസ്റ്റ് ഓർ കമാൻഡ്. അപ്പൊ ഇത്തരം സെന്റൻസുകൾ ഇമ്പരേറ്റീവിന്റെ കൂടെ നമ്മൾ ഡു ചേർക്കും. എന്തിനു വേണ്ടിയിട്ടാ, കാരണം സാധാരണ നമ്മൾ ഇമ്പരേറ്റീവിൽ എന്താ പറയാ, റിക്വസ്റ്റ് ഓർ കമാൻഡ്, അതിനെ കൂടുതൽ ഇഫക്റ്റീവ് ആക്കുക. കാരണം നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നതിനെ കൂടുതൽ ഇഫക്റ്റീവ് ആക്കുക. ഇപ്പോൾ എക്സാമ്പിൾ, ഒരു ഇമ്പരേറ്റീവ് സെന്റൻസ് ആണ് ഏത്, ജോയിൻ അസ് ഫോർ ദ മാരേജ് ഫംഗ്ഷൻ. ജോയിൻ അസ് ഫോർ ദ മാരേജ് ഫംഗ്ഷൻ, മാരേജ് ഫംഗ്ഷന് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യൂ. അതൊന്നുകൂടി ഇഫക്റ്റീവ് ആവും, ആള് നമ്മളെ കൂടെ ചേരും. എങ്ങനെ പറഞ്ഞാൽ ഒരു ഡു അങ്ങോട്ട് ആഡ് ചെയ്യാം, എന്നിട്ട് ഡു ജോയിൻ അസ് ഫോർ ദ മാരേജ് ഫംഗ്ഷൻ. അതുപോലെ തന്നെ അടുത്തത് ഹെൽപ്പ് യുവർ ബ്രദർ.
നിങ്ങളുടെ ബ്രദറിനെ സഹായിക്കുക. അതാണ് ഇമ്പരേറ്റീവിന്റെ മീനിങ് വരിക. ഹെൽപ്പ്, സഹായിക്കൂ, സഹായിക്കുക യുവർ ബ്രദർ. ഇത് നമ്മൾ കുറച്ചുകൂടി ഇഫക്റ്റീവ് ആക്കി പറയാം. എങ്ങനെ? പ്ലീസ് ഡു ഹെൽപ്പ് യുവർ ബ്രദർ. പ്ലീസ് ഡു ഹെൽപ്പ് യുവർ ബ്രദർ. നിങ്ങളുടെ ബ്രദറിനെ ദയവ് ചെയ്ത് സഹായിക്കുക. അപ്പൊ ഇത്രയാണ് ഓക്സിലറി വെർബ്. അടുത്തതായിട്ട് ഡു ആസ് എ മെയിൻ വെർബ്. ഒരു മെയിൻ വെർബ് എന്ന നിലയ്ക്ക് ഡു എന്നുള്ളതിന്റെ ഉപയോഗങ്ങൾ. അപ്പൊ ഞാൻ മെയിൻ വെർബായിട്ട് ഡു എന്നുള്ളതിന്റെ രൂപങ്ങളൊന്നും ആദ്യം ഞങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് മെയിൻ വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ ഒന്നാമത്തെ രൂപം പ്ലൂരൽ ഡു. ഇതൊക്കെ നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും, പക്ഷെ ഞാൻ ക്ലാസിന്റെ ഭാഗമായിട്ട് പറയുന്നു എന്നുള്ളൂ കേട്ടോ. അപ്പൊ ഒന്നാമത്തെ രൂപം പ്ലൂരൽ, V1 പ്ലൂരൽ ഡു, V1 സിംഗുലർ ഡസ്, ഓക്കെ, V2 ഡിഡ്, V3 ഡണ്ണ്. ഈ ഓക്സിലറി ആവുമ്പോൾ അതിൽ ഏത് വരില്ല? ഡണ്ണ് വരില്ല കേട്ടോ. അപ്പൊ ഞാൻ ശ്രദ്ധിക്കുക, ഒന്നാമത്തെ ഉപയോഗം ഡു മീൻസ് ടു പെർഫോം ഓർ ടു ആക്ട്. എന്താ ഡു എന്ന വെർബിനർത്ഥം? ഒരു കാര്യം ചെയ്യുക എന്ന. പെർഫോം ഓർ ടു ആക്ട്. ആക്ട് എന്ന വാക്കിനും പെർഫോം എന്ന വാക്കിനും അർത്ഥം ചെയ്യുക എന്നാണ് കേട്ടോ. അപ്പൊ ഡു എന്നുള്ളതിന്റെ അർത്ഥം ചെയ്യുക എന്നാണ്. നോക്കൂ, ഒരു സെന്റൻസ് എക്സാമ്പിൾ കേട്ടോ. അപ്പൊ ചെയ്യുക എന്ന അർത്ഥത്തിൽ വരുന്ന ഒരു വാചകം, ഐ ഡിഡിന്റ് ഡു ഇറ്റ്. ഞാൻ ഇത് ചെയ്തില്ല. പാസ്റ്റില, ഐ ഡിഡിന്റ്. ഇവിടെ നിന്ന് മനസ്സിലാക്കണം, ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഐ ഡിഡിന്റ് ഡു, ഇവിടെ വന്നിരിക്കുന്ന ഡു മെയിൻ വെർബാണ്. എന്നാൽ ഡിഡിന്റ് വന്നതിലെ ഡിഡ് എന്താ? ഓക്സിലറി ആണ്. നെഗറ്റീവ് ആക്കാൻ വേണ്ടി ഉപയോഗിച്ച ഓക്സിലറി. വ്യക്തമാണല്ലോ അല്ലെ? അപ്പൊ ഐ ഡിഡിന്റ് ഡു, ഡു എന്നുള്ളത് മെയിൻ വെർബും ഡിഡ് എന്നുള്ളത് നെഗറ്റീവ് ആക്കാൻ വേണ്ടി ഉപയോഗിച്ച ഓക്സിലറി. അതുപോലെ തന്നെ അടുത്തത് ഡസ് ഷീ ഡു ഇറ്റ്. ചോദ്യമാണ്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. അവൾ ഇത് ചെയ്യുന്നോ? ഇതിലെ ആദ്യം വന്ന ഡസ് ക്വസ്റ്റ്യൻ ആക്കാൻ വേണ്ടി ഉപയോഗിച്ച ഓക്സിലറി. എന്നാൽ ഡസ് ഷീ ഡു, ആ ഡു മെയിൻ വെർബാണ്. ഓക്കെ ആവുന്നുണ്ടല്ലോ? അപ്പൊ ഈ സെന്റൻസിൽ വന്നേ ഡസ് ഷീ ഡു ഇറ്റ്, ഡസ് ഷീ ഡു ഇറ്റ്. ഇവിടെ വന്നിരിക്കുന്ന ഡു മെയിൻ വെർബാണ്. ആദ്യത്തിൽ വന്ന ഡസ് എന്താണ്? ക്വസ്റ്റ്യനെ കാണിക്കുന്ന ഓക്സിലറി വെർബാണ്. ഇനി അടുത്തത് ഡു എന്നുള്ളതിന്റെ ഉപയോഗം ഫോർമൽ ഗ്രീറ്റിംഗ്സിൽ. നമ്മൾ ഫോർമൽ ആയിട്ട് വിഷ് ചെയ്യുമ്പോൾ ഗ്രീറ്റിംഗ്സ് അല്ലേ? അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഡു എന്നുള്ളത്, അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഏത്? ഹൗ ഡു യു ഡു. കേട്ടില്ല നിങ്ങള്? ഹൗ ഡു യു ഡു എന്നുള്ളത് ഒരു ഫോർമൽ വിഷിംഗ് ആണ്. അതിന്റെ തന്നെ രൂപമാണ് എന്ത്? ഹൗ ആർ യു ഡൂയിങ്. എങ്ങനെ പോകുന്നു, എന്തുണ്ട് വിശേഷങ്ങൾ. ഫോർമൽ ഗ്രീറ്റിംഗ് ആണ്. ഇവിടെ ഒരു ഭാഗത്ത് ഡു എന്നുള്ള V1 വെർബും അടുത്ത ഭാഗത്ത് ഡൂയിങ് എന്നുള്ള പറയൂ. ഡൂയിങ് എന്നുള്ള പ്രസന്റ് പാർട്ടിസിപ്പിൾ അല്ലെ? ING രൂപത്തിൽ വരുമ്പോൾ അതിനാണ് നമ്മൾ എന്ത് പറയാ? പ്രസന്റ് പാർട്ടിസിപ്പിൾ കണ്ടിന്യൂസ് ടെൻസിൽ അല്ലെ? ഹൗ ആർ യു ഡൂയിങ്, പ്രസന്റ് പാർട്ടിസിപ്പിൾ. അതുപോലെ തന്നെ ഹൗ ഡു യു ഡു, അതേതാ വരിക? V1 പ്ലൂറൽ. ഇനി അതർ യൂസസ് നോക്കൂ. ഒന്ന് ഒക്യുപ്പേഷൻ അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ്, ജോലി. എന്താണ് ജോലി? എന്ത് ചെയ്യുന്നു, എന്ത് ജോലി. എങ്ങനെ ചോദിക്കുക? വാട്ട് ഡസ് ഷീ ഡു നൗ, വാട്ട് ഡസ് ഷീ ഡു. ഇതില് ആദ്യം വന്ന ഡസ് എന്നുള്ളത് ക്വസ്റ്റ്യന്റെ ഫോർമാറ്റിൽ വന്ന ഓക്സിലറി വെർബ്. വാട്ട് ഡസ് ഷീ ഡു, ആ ഡു എന്നുള്ളത് എന്താ? ഒക്യുപ്പേഷനെ കാണിക്കുന്ന മെയിൻ വെർബ് ഡു. കാരണം അവൾ ഇപ്പോ എന്ത് ചെയ്യുന്നു, എന്ത് ജോലി. നോക്കൂ, വി ഹാവ് നത്തിങ് ടു ഡു വിത്ത് യുവർ പ്രൊമോഷൻ. അതായത് ഇവിടെ നത്തിങ് ടു ഡു, ആ ടു ഡു എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോ റോൾ, നോ റോള്, റൂളല്ല, നോ റോൾ. ഞങ്ങൾക്ക് ഒരു റോളും ഇല്ല. ചില കാര്യങ്ങൾ പറയില്ല, എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, എനിക്കൊരു റോളും ഇല്ല എന്ന് പറയില്ല. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. വി ഹാവ് നത്തിങ് ടു ഡു, വി ഹാവ് നത്തിങ് ടു ഡു വിത്ത് യുവർ പ്രൊമോഷൻ. നിങ്ങളുടെ പ്രൊമോഷന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു റോളും ഇല്ല. ദാറ്റ് മീൻസ് വി ഹാവ് നോ റോൾ, വി ഹാവ് നോ റോൾ. അതാണ് ഏത്? വി ഹാവ് നത്തിങ് ടു ഡു മീൻസ് വി ഹാവ് നോ റോൾ വിത്ത് യുവർ പ്രൊമോഷൻ. വി ഹാവ് നത്തിങ് ടു ഡു. അപ്പൊ ഇത്രയാണ് നമുക്ക് ഡു എന്നുള്ളതിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. ഓക്സിലറി ആയിട്ടുള്ള യൂസും അതുപോലെ തന്നെ പിന്നെയോ മെയിൻ വെർബായിട്ടുള്ള ഉപയോഗവും. ഇനി യൂസസ് ഓഫ് മോഡൽ ഓക്സിലറീസ് ആണ്.
അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ഇതുവരെ പറഞ്ഞ കാറ്റഗറി ഏതാ? പ്രൈമറി ഓക്സിലറീസ് ആണ് ഇതുവരെ പറഞ്ഞത് കേട്ടോ. ഇനി പറയുന്നത് മോഡൽ ഓക്സിലറീസ്. ഒന്നാമത്തേത് ഷാള്, വില്യം ഷാളിലെ ഷാള്. ഈ ഷാളിന്റെ പാസ്റ്റ് രൂപമാണ് ഏത്? ഷുഡ്. ഷാളിന്റെ നെഗറ്റീവ് ആണ് ഷാണ്ട്. അതൊന്നും ഇവിടെ പറയുന്നില്ല, ജസ്റ്റ് ഞാനൊരു അനുബന്ധം അങ്ങ് ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും, കാരണം ഡിഗ്രി സ്റ്റുഡൻസ് അല്ല, അത് ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഇവിടെ പറയാത്തത് കേട്ടോ. നോക്കൂ, ഷാൾ ഈസ് യൂസ്ഡ് 4 ഉപയോഗം പറയുന്നുണ്ട് കേട്ടോ. 1, ഷാൾ ഈസ് യൂസ്ഡ് വിത്ത് ദ ഫസ്റ്റ് പേഴ്സൺ. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഐ എന്നുള്ളതും വി എന്നുള്ളതും, ഇതിനാണ് നമ്മൾ ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയാം. യു എന്നുള്ളത് സെക്കൻഡ് പേഴ്സൺ, ഹി അതുപോലെ തന്നെ ഷീ, ഇറ്റ്, ദേ എന്നൊക്കെയുള്ളത് തേർഡ് പേഴ്സൺ. ഇവിടെ ഷാൾ ഈസ് യൂസ്ഡ് വിത്ത് ദ ഫസ്റ്റ് പേഴ്സൺ ടു എക്സ്പ്രസ് സിമ്പിൾ ഫ്യൂച്ചറിറ്റി. ദാറ്റ് മീൻസ് സിമ്പിൾ ഫ്യൂച്ചർ. സിമ്പിൾ ഫ്യൂച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വില്ല് ഓർ ഷാൾ പ്ലസ് V1, സബ്ജക്റ്റ് പ്ലസ് വില്ല് ഓർ ഷാൾ പ്ലസ് V1, ബേസ് ഫോം ഓഫ് ദി വെർബ്. നമ്മൾ അതിന് പറയുന്ന മറ്റു പേരാണ് എന്ത്? ഇൻഫിനിറ്റീവ് അല്ലെ, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു രീതി ഇൻഫിനിറ്റീവ്. നോക്കൂ, എക്സാമ്പിൾ, ഐ ഷാൽ വിസിറ്റ് മൈ ഹോം ടൗൺ ടുമോറോ. നാളെ ഞാൻ എൻ്റെ ഹോം ടൗൺ വിസിറ്റ് ചെയ്യും. സിമ്പിൾ ഫ്യൂച്ചർ, വരാനിരിക്കുന്ന കാര്യം അല്ലെ. ഐ ഷാൽ വിസിറ്റ് മൈ ഹോം ടൗൺ ടുമോറോ. ഐ ഷാൽ ലീവ് ഫോർ കൊച്ചി ടുമോറോ മോർണിംഗ് ഇറ്റ്സെൽഫ്. നാളെ രാവിലെ ഞാൻ ഇവിടുന്ന് കൊച്ചിയിലേക്ക് പോകും. ഐ ഷാൽ ലീവ് ഫോർ കൊച്ചി കേട്ടോ, കൊച്ചിയിലേക്ക് പോകും ടുമോറോ മോർണിംഗ് ഇറ്റ്സെൽഫ്, നാളെ രാവിലെ തന്നെ. ടുമോറോ മോർണിംഗ് ഇറ്റ്സെൽഫ് എന്ന് പറഞ്ഞാൽ നാളെ രാവിലെ തന്നെ, നാളെ തന്നെ. അപ്പോൾ ഇങ്ങനെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ രാവിലേക്ക് ശേഷം ആ വ്യക്തി അവിടെ കാണുന്നുണ്ടാവില്ല കേട്ടോ. നോക്ക്, രണ്ടാമത്തെ ഉപയോഗം ഇവിടെ പറഞ്ഞത് വിത്ത് ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ. ഈ രണ്ടാമത്തെ ഉപയോഗം വിത്ത് സെക്കൻഡ് പേഴ്സൺ ആൻഡ് തേർഡ് പേഴ്സൺ ടു എക്സ്പ്രസ് എ കമാൻഡ്. എന്നാൽ സെക്കൻഡ് പേഴ്സന്റെയും തേർഡ് പേഴ്സന്റെയും കൂടെ ഷാൾ ഉപയോഗിക്കുമ്പോൾ അതിന്റെ മീനിങ് വരുന്നത് കമാൻഡ് ആയിരിക്കും. കമാൻഡിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. എക്സാമ്പിൾ, യു ഷാൾ, ഒരാളോട് പറയാണ്, ഞാൻ ഒരാളോട് ഇങ്ങനെ പറയാണ്, യു ഷാൾ നോട്ട് റിപ്പീറ്റ് ദിസ് മിസ്റ്റേക്ക്. ഈ മിസ്റ്റേക്ക് താനിന് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അത് കമാൻഡിന്റെ സ്വരാണ് അവിടെ മീനിങ് കിട്ടുന്നത്. യു ഷാൾ നോട്ട് റിപ്പീറ്റ്. യു ഷാൾ നോട്ട്, ഇവിടെ യു എന്നുള്ള സെക്കൻഡ് പേഴ്സൺ ആണ്. അതുപോലെ തന്നെ അടുത്ത തേർഡ് പേഴ്സൺ, അനദർ എക്സാമ്പിൾ, ഹി ഷാൾ ലീവ് ദിസ് പ്ലേസ് അറ്റ് വൺസ്. ഇപ്പൊ തന്നെ ഇവൻ ഇവിടുന്ന് പോകണം കേട്ടോ. നമ്മൾ സാധാരണ ഷാളിന് എന്താ പറയാറ്? കുറച്ച് കനം കുറച്ചിട്ടാണ് മീനിങ് പറയാം. നമ്മൾ കാര്യം ഉറപ്പിച്ച് പറയുകയാണെങ്കിൽ വില്ല എന്നുള്ളതല്ലേ. പക്ഷെ എന്നാൽ ഇവിടെ പറയുന്നത് എന്താ? കമാൻഡിന്റെ സ്വരം. നമ്മൾ കമാൻഡ് ചെയ്യുമല്ലോ, അതിന്റെ സ്വരമാണ് ഷാളിന് വരുന്നത്. ഹി ഷാൾ ലീവ് ദിസ് പ്ലേസ് അറ്റ് വൺ. ഇപ്പൊ തന്നെ അവന് ഇവിടുന്ന് എന്ത് ചെയ്യണം? പോകണം അല്ലെ, പോയേ തീരൂ എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ പ്രോമിസ്, മറ്റൊന്ന് ത്രട്ട്. പ്രോമിസ് നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും, വാഗ്ദാനം. വാഗ്ദാനം കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തുപയോഗിക്കുന്നുണ്ട്? ഷാൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ത്രട്ട്. എന്താ ത്രട്ട് പറഞ്ഞാൽ? ഭീഷണിപ്പെടുത്തുക. അപ്പൊ ഷാളിന് പ്രോമിസിന്റെ സ്വരമുണ്ട്, ത്രട്ട് ഭീഷണിയുടെ സ്വരമുണ്ട്. ആദ്യം നമുക്ക് എന്ത് പറയാം? പ്രോമിസിന്റെ ആദ്യം നമ്മൾ പറയുന്നത് വായിക്കാം, എക്സാമ്പിൾ വായിക്കട്ടോ. അതായത് ആദ്യം പറയുന്നത് പ്രോമിസിന്റെ എക്സാമ്പിൾ ആണ്. യു ഷാൾ ഗെറ്റ് എ പ്രൈസ് ഇഫ് യു വിൻ ദിസ് കോമ്പറ്റീഷൻ. പ്രോമിസ് ചെയ്യാം, ഈ കോമ്പറ്റീഷൻ നീ ജയിക്കുകയാണെങ്കിൽ യു ഷാൾ ഗെറ്റ് എ പ്രൈസ്, തനിക്കൊരു പ്രൈസ് ലഭിക്കും. പ്രോമിസ് കൊടുക്കുക. ഇനി ത്രട്ട് ചെയ്യാണ്. ഹി ഷാൾ ബി പണിഷ്ഡ് ഫോർ ഹിസ് കെയർലെസ്നെസ്. അവന്റെ ശ്രദ്ധയില്ലായ്മയ്ക്ക് അവൻ ശിക്ഷിക്കപ്പെടും. ഭീഷണി, ശ്രദ്ധയില്ലായ്മ കാണിക്കുമ്പോൾ ഒരാളോട് പറയാണ് ഇതിനുള്ളത് നീ അനുഭവിക്കും. അതാണ് ഏത്? ഹി ഷാൾ ബി പണിഷ്ഡ്. ഹി ഷാൾ ബി, അതിൽ യാതൊരു അപ്പീലില്ലാത്ത സ്വരമാണ്. ഹി ഷാൾ ബി പണിഷ്ഡ്, അവൻ പണിഷ് ചെയ്യപ്പെടും, ഉറപ്പാണ്. ഫോർ ഹിസ് കെയർലെസ്നെസ്. ഏത്? എന്താണ്? ത്രട്ട് കേട്ടോ, ഭീഷണിയുടെ സ്വരമാണത്. ഹി ഷാൾ ബി പണിഷ്ഡ്, അത് പാസീവ് വോയിസ് ആണ് കേട്ടോ സെന്റൻസ്. അല്ലെങ്കിൽ ആക്റ്റീവ് ആണെങ്കിൽ ഹി ഷാൾ പണിഷ് എന്ന. അപ്പൊ അതിന്റെ അർത്ഥം വരിക അവൻ പണിഷ് ചെയ്യുമെന്ന, മറ്റൊരാളെ. ഇതെങ്ങനെയാ വന്നത്? ഹി ഷാൾ ബി പണിഷ്ഡ്,
അവൻ പണിഷ് ചെയ്യപ്പെടും എന്ന് വെച്ചാൽ അവൻ ഇങ്ങോട്ട് കിട്ടും കേട്ടോ. അതാണ് ഷാൾ ബി പ്ലസ് V3. അതാണ് പാസീവ് വോയിസ് കേട്ടോ ഫ്യൂച്ചറിന്റെ. ഹി ഷാൾ ബി പണിഷ്ഡ്, അവൻ പണിഷ് ചെയ്യപ്പെടും മീൻസ് അവന് പണിഷ്മെന്റ് കിട്ടും. ഫോർ ഹിസ് കെയർലെസ്നെസ്, അവന്റെ കെയർലെസ്നെസ് അവന്റെ ശ്രദ്ധയില്ലായ്മ. എന്നാൽ ആക്റ്റീവില് പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം? ഹി ഷാൾ പണിഷ്, അവൻ പണിഷ് ചെയ്യും. അപ്പൊ അവന് കിട്ടല്ല, മറ്റൊരാൾക്ക് കേട്ടോ. അതുപോലെ തന്നെ അടുത്ത ഉപയോഗം പറയുന്നത് ഷാളിന്റെ നാലാമത്തേത് പറയുന്നത് ഡിറ്റർമിനേഷൻ. എന്താ ഡിറ്റർമിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രോങ് ഡിസിഷൻ ആണ് എന്ത് ഡിറ്റർമിനേഷൻ, ഉറച്ച തീരുമാനം. അപ്പൊ ഉറച്ച തീരുമാനം നമുക്ക് ഷാൾ ഉപയോഗിച്ച് പറയാം. ഒരു എക്സാമ്പിൾ, ഹി ഷാൾ ഓവർകം ദിസ് ക്രൈസിസ്, ഈ പ്രതിസന്ധി അവൻ ഓവർകം ചെയ്യും. ഹി ഷാൾ ഓവർകം, യാതൊരു സംശയമില്ല, ഡിറ്റർമിനേഷൻ ആണ്. ഹി ഷാൾ ഓവർകം ദിസ് ക്രൈസിസ്. അടുത്തൊരു എക്സാമ്പിൾ ആണ്, ഹി ഷാൾ എക്സിക്യൂട്ട് ഓൾ ദ ഓർഡേഴ്സ് ഓഫ് ഹിസ് ഓഫീസർ, അവന്റെ ഓഫീസറിന്റെ എല്ലാ ഓർഡേഴ്സും ഹി ഷാൾ എക്സിക്യൂട്ട്, അവൻ നടപ്പിൽ വരുത്തും. അത് ഉറപ്പിച്ച് പറയാം. എക്സിക്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നടപ്പിൽ വരുത്താം. ഇതോടുകൂടി ഷാളിന്റെ 4 ഉപയോഗം കഴിഞ്ഞു. അടുത്തതായി നമ്മൾ പറയുന്നത് ഷുഡിന്റെ ഉപയോഗങ്ങളാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഷുഡിന്റെ ഒരു 4 പിന്നെ അതിനുശേഷം നോട്ടായിട്ട് എക്സാമ്പിൾ 1-2 കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അതും കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം കേട്ടോ. നോക്കുക, ഷുഡിന്റെ 1ാമത്തെ ഉപയോഗം എന്താണ്? ടു എക്സ്പ്രസ് ഡ്യൂട്ടി ഓർ ഒബ്ലിഗേഷൻ, കടപ്പാട് അല്ലെങ്കിൽ കടമ. കടപ്പാട്, ഡ്യൂട്ടി ഓർ ഒബ്ലിഗേഷൻ. നമുക്കൊക്കെ നമ്മളെ പാരൻസിനെ നോക്കണം, അങ്ങനെ നമ്മളെ കടപ്പാടുകളില്ലേ, ആ കടപ്പാടിനെ പറയുന്നതിന് വേണ്ടി ഷുഡ് ഉപയോഗിക്കും. എക്സാമ്പിൾ, യു ഷുഡ് ഒബേ യുവർ ടീച്ചർ, കടപ്പാടാണത്. ടീച്ചറിനെ അനുസരിക്കണം. ഏതുപോലെ? യു ഷുഡ് ഒബേ യുവർ പാരൻസ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് എന്ത്, യു ഷുഡ് ഒബേ യുവർ ടീച്ചർ, നിങ്ങളുടെ ടീച്ചറിനെ നിങ്ങൾ അനുസരിക്കേണ്ടതുണ്ട്. യു ഷുഡ് നോട്ട് ടെൽ ലൈസ്, നിങ്ങൾ കള്ളം പറയരുത്. അതാ ഒരു കടപ്പാടാണ്, അല്ലെങ്കിൽ ഒരു ഉത്തരം, ഒരു ഡ്യൂട്ടിയാണത് അല്ലേ. കാരണം നമ്മൾ ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നുണ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്, നുണ പറയാം. കാരണം നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തത് അല്ലെ, പല ആളുകൾക്കും നുണ പറയുന്നവരെ ഇഷ്ടമുണ്ടാവില്ല. അപ്പൊ അതാണ് പറയുന്നത്, യു ഷുഡ് നോട്ട് ടെൽ ലൈസ്, എന്ത് ചെയ്യരുത്, കള്ളങ്ങൾ പറയരുത്. അതൊരു ഡ്യൂട്ടി, നമ്മളൊരു ഉത്തരവാദിത്വം, ഒരു കടമയാണത്. അടുത്തത് പറയുന്നത് ടു എക്സ്പ്രസ് പോസിബിലിറ്റീസ്, സപ്പോസിഷൻസ് ഇൻ കണ്ടീഷണൽ ക്ലോസ്. കണ്ടീഷണൽ ക്ലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈഫ് ക്ലോസ് അല്ലേ. അപ്പൊ ഈഫ് ക്ലോസിൽ സാധ്യതകൾ പറയാൻ വേണ്ടിയിട്ട് ഷുഡ് ഉപയോഗിക്കും. സാധ്യത കേട്ടോ, ശ്രദ്ധിക്കുക. അപ്പൊ ഈഫ് ക്ലോസ് നമുക്ക് മറ്റൊരു ഭാഗത്ത് പറയാനുണ്ട്. അപ്പൊ ഞാൻ ഈഫിന്റെ 3 കണ്ടീഷനും സിമ്പിൾ ആയിട്ട് അവിടെ പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഈ സാധ്യത മാത്രം നിങ്ങൾ കേൾക്കൂ. ഇഫ് ഷീ ഷുഡ് കം ടെൽ ഹെർ ടു മീറ്റ് മീ. അപ്പൊ എന്താ പറയുന്നത്, അവൾ വരുകയാണെങ്കിൽ എന്നെ മീറ്റ് ചെയ്യാൻ പറയാം. അങ്ങനെ ഒരാൾ പറയുമ്പോൾ അവിടെ ചെറിയൊരു സാധ്യത ഉണ്ടല്ലേ അവൾ വരാന്. അവൾ വരികയാണെങ്കിൽ അല്ലെ, ഇഫ് ഷീ ഷുഡ് കം, വരികയാണെങ്കിൽ ടെൽ ഹെർ ടു മീറ്റ് മീ, ടെൽ ഹെർ ടു മീറ്റ് മീ. ഇവിടെ നമ്മൾ അർത്ഥം പ്രസന്റിലാണ് പറയുന്നത് കേട്ടോ. ഇനി അതേപോലെ തന്നെയാണ് അടുത്ത സെന്റൻസ്, ഷുഡ് ഷീ കോൾ. ഇതിന്റെ തുടക്കത്തിൽ നിങ്ങൾ ഈഫ് കണ്ടില്ലെങ്കിലും നിങ്ങൾ അങ്ങനെ തന്നെ അർത്ഥം പറയണം. എങ്ങനെ? ഷുഡ് ഷീ കോൾ, ഇതും ഒരു കണ്ടീഷൻ ആയിട്ട് തന്നെ പറയുന്നത്. അവള് വിളിക്കുകയാണെങ്കിൽ കൺവേ മൈ റിഗാർഡ്സ്, എൻ്റെ അന്വേഷണം അറിയിക്കാം. അപ്പൊ എന്താ സാധ്യതയാണ്, കൺവേ ഷീ കോൾ. അപ്പൊ ഈഫ് ഇല്ലെങ്കിലും എന്ത് വരും, കണ്ടീഷൻ വരും കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കാം. എന്നാൽ കണ്ടീഷണൽ ക്ലോസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈഫ് ഉപയോഗിക്കണം. ഇത് ഷുഡിന്റെ കേസിൽ വന്നതാണ് കേട്ടോ. ഷുഡ് ഷീ കോൾ, അവള് വിളിക്കുകയാണെങ്കിൽ കൺവേ മൈ റിഗാർഡ്സ്, എൻ്റെ അന്വേഷണം പറയുക. 3ാമത്തേത് ടു എക്സ്പ്രസ് അൺറിയൽ കണ്ടീഷൻസ്, റിയൽ അല്ലാത്ത കണ്ടീഷൻസ്. നോക്കൂ, 1 എക്സാമ്പിൾ, ഇഫ് ഐ വേർ യു ഐ ഷുഡ് ആക്സെപ്റ്റ് ദെയർ ഡിസിഷൻ. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ അവരുടെ ഡിസിഷൻ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുമായിരുന്നു.
അൺറിയൽ കണ്ടീഷൻ. നിന്റെ സ്ഥാനത്ത് ഞാനാവൂല, അതാണ് അവിടെ അൺറിയൽ എന്ന് പറഞ്ഞത്. ഏതുപോലെ ഇഫ് ഐ വേർ എ ബേർഡ് എന്ന് പറയുന്നത്, ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ അല്ലെ. അപ്പൊ അതുപോലെയാണ് പറയുന്നത് ഇഫ് ഐ വേർ യു, നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ. ഇഫ് ഐ വേർ യു ഐ ഷുഡിന്റ് റിജക്റ്റ് ദ ജോബ് ഓഫർ. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ ആ ജോബ് ഓഫർ ഞാൻ റിജക്റ്റ് ചെയ്യില്ലായിരുന്നു, ഞാൻ നിരസിക്കില്ലായിരുന്നു. അപ്പൊ ഇവിടെ അൺറിയൽ എന്ന് പറയാനുള്ള കാരണം നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ, നടക്കാത്ത കാര്യമല്ലേ. അതായത് നിന്റെ സ്ഥാനത്ത് നീ തന്നെ വരുള്ളൂ, അതാണ് അൺറിയൽ കണ്ടീഷൻ. അപ്പൊ അൺറിയൽ കണ്ടീഷനിൽ എന്ത് ചെയ്യുന്നു? ഷുഡ് ഉപയോഗിക്കുന്നു. അടുത്തത് യൂസ്ഡ് ആഫ്റ്റർ ലെസ്റ്റ്. LEST ആണ് ലെസ്റ്റ് കേട്ടോ, LUST അല്ല. LUSTക്ക് വേറെ അർത്ഥമാണ്, ഇത് LEST ലെസ്റ്റ്. ഇതിന്റെ അർത്ഥം അല്ല എങ്കിൽ, ലെസ്റ്റിന് അല്ലെങ്കിൽ, അങ്ങനെ ചെയ്തില്ലെങ്കിൽ. ഇനി നോക്കൂ, വി ലിസൺ ടു ഹിം, ഞങ്ങൾ അവനെ ശ്രദ്ധിച്ചു. ലെസ്റ്റ് അല്ലെങ്കിൽ ഹി ഷുഡ് ബി ആംഗ്രി, അവൻ ദേഷ്യപ്പെടും. അപ്പൊ ഇവിടെ പറയുന്നത് ലെസ്റ്റിന്റെ കൂടെ, അവ യൂസ്ഡ് ആഫ്റ്റർ ലെസ്റ്റ്. അപ്പൊ ലെസ്റ്റിന്റെ സ്പെല്ലിംഗ് നോക്കണം കേട്ടോ. രണ്ടാമത്തെ എക്സാമ്പിൾ, ദ തീഫ് റാൻ അവേ, കള്ളൻ ഓടിപ്പോയി. റൺ അവേ അല്ല, റാൻ അവേ. ലെസ്റ്റ് അല്ലെങ്കിൽ ഓടിയില്ലായിരുന്നുവെങ്കിൽ ഹി ഷുഡ് ബി കോട്ട് ബൈ ദ പോലീസ്, പോലീസ് അവനെ പിടിക്കപ്പെടുമായിരുന്നു. വി ലിസൺ ടു ഹിം. ആദ്യത്തെ എക്സാമ്പിൾ, ഞങ്ങൾ അവനെ ശ്രദ്ധിച്ചു. ലെസ്റ്റ് ഇല്ലെങ്കിൽ ഹി ഷുഡ് ബി ആംഗ്രി, അവൻ ദേഷ്യപ്പെടുമായിരുന്നു. ശ്രദ്ധിക്കാം, അവൻ ലെസ്റ്റിന് അർത്ഥം അല്ലെങ്കിൽ എന്നാട്ടോ. അടുത്ത ഷുഡിന്റെ ഉപയോഗമാണ് ടു എക്സ്പ്രസ് പോസിബിലിറ്റി, സാധ്യത അല്ലെങ്കിൽ ലൈക്ലിഹുഡ്. സാധ്യത, ലൈക്ലിഹുഡ് എന്ന് പറഞ്ഞാൽ സംഭവിക്കാവുന്നത്, ആവാവുന്നത് കേട്ടോ. ഇങ്ങനെയൊക്കെ ആവാന്ന് പറയില്ല, അതാണ് ലൈക്ലിഹുഡ് കേട്ടോ. അപ്പൊ ഇത് പറയാനും സാധ്യത പറയാൻ ഒന്നിച്ച് നമുക്ക് അങ്ങനെ പറയാം, പോസിബിലിറ്റി, അതന്നെ ലൈക്ലിഹുഡും. സാധ്യത പറയാൻ വേണ്ടിയിട്ട് ഏത് ഉപയോഗിക്കാം? ഷുഡ്. നോക്കൂ, ഹി ഷുഡ് ബി ഏബിൾ ടു കംപ്ലീറ്റ് ദിസ് ടാസ്ക്. ഹി ഷുഡ് ബി ഏബിൾ ടു കംപ്ലീറ്റ് ദിസ് ടാസ്ക്. ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ അവന് കഴിയേണ്ടതുണ്ട്. അതാണ് എന്ത്? പോസിബിലിറ്റി, സാധ്യത. അതുപോലെ തന്നെ യു ഷുഡ് ബി ഏബിൾ ടു കോമ്പീറ്റ് വിത്ത് ദം. അവരോട് മത്സരിക്കാൻ യു ഷുഡ് ബി ഏബിൾ, തനിക്ക് കഴിയേണ്ടതുണ്ട്. ഇതുപോലെ ഇത്തരത്തിൽ പോസിബിലിറ്റി. ഇത് നോക്കൂ, ഒരു നോട്ട് 1, ഷുഡ് ആസ് കമ്പയർഡ് ടു ഷാള്. ഷാളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഷുഡിന്റെ കാര്യത്തിൽ ഇൻഡിക്കേറ്റ് ലെസ് പ്രോബബിലിറ്റി, സാധ്യത. അപ്പൊ നമ്മളൊരു സാധ്യത പറയുമ്പോൾ നല്ല ഉറച്ച സാധ്യതയാണെങ്കിൽ നമ്മൾ ഷാളാണ് നല്ലത്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഷാളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഷുഡ് സാധ്യത കുറച്ച് കുറവാണ്, വിദൂര സാധ്യതയാണ് ഇത് ഷുഡ്. കണ്ടോ, ഹി ഷാൾ ബി ഹാപ്പി ടു ഹിയർ ദിസ് ന്യൂസ്. ഈ വാർത്ത കേൾക്കുമ്പോൾ അവൻ സന്തോഷിക്കും, കുറച്ച് ഉറപ്പ് വരും, കുറച്ചും കൂടി എന്താണ്, ഷുവറാണ്. എന്നാൽ ഹി ഷുഡ് ബി ഹാപ്പി ടു ഹിയർ ദിസ് ന്യൂസ്. ഈ ന്യൂസ് കേൾക്കുമ്പോൾ അവൻ സന്തോഷിക്കും, അല്ലെ. ഇവിടെ രണ്ടിനും നമ്മൾ ഒന്ന് എന്താ ഷുഡ് വരുമ്പോൾ എന്താണ്, ഒരല്പം സാധ്യത, അത്ര അങ്ങോട്ട് പവർ ഇല്ല കേട്ടോ. നോട്ട് രണ്ടാമത്തേത്, ദ എക്സ്പ്രഷൻ ഷുഡ് ലൈക്ക് ഇൻഡിക്കേറ്റ്സ് പൊളൈറ്റ്നെസ് ഇൻ സ്റ്റേറ്റ്മെന്റ്സ്. അതായത് നമ്മൾ വാചകങ്ങളിൽ ഷുഡ് ലൈക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കൂടുതൽ പൊളൈറ്റ് ആവും, സംസാരത്തിന് പൊളൈറ്റ്, മര്യാദ വരും. നിങ്ങൾ നല്ല മര്യാദ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷുഡ് ലൈക്ക് ഉപയോഗിച്ചോളൂ ധൈര്യമായിട്ട്, അല്ലെ. ഷുഡ് ലൈക്ക്. ഇപ്പൊ എന്താ പറയുന്നത്, ഇനി ചീത്ത പറയുകയാണെങ്കിൽ പോലും ആ ചീത്തക്ക് എന്തുണ്ടാവും, ഒരു മര്യാദ ഉണ്ടാവും. എക്സാമ്പിൾ കേട്ടോക്കൂ, ഐ ഷുഡ് ലൈക്ക് ടു ടെൽ യു. ഞാൻ നിന്നോട് പറയാൻ ആഗ്രഹിക്കാണ്. ചീത്തയാണ് പറയുന്നത്, അതും കൂടി പറയാണെന്ത്, ഐ ഷുഡ് ലൈക്ക് ടു ടെൽ യു ദാറ്റ് വി ആർ യെറ്റ് ടു ഫിനിഷ് ദ കറണ്ട് പ്രോജക്റ്റ്. നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന പ്രോജക്റ്റ് ഉണ്ടല്ലോ, ആ പ്രോജക്റ്റ് ഇപ്പോൾ ഈ സമയം ഉണ്ടല്ലോ, ഈ സമയത്തേക്ക് നമ്മളത് പൂർത്തിയാക്കേണ്ടതാണെന്ന്.
അതായത് പ്രോജക്റ്റ് പൂർത്തിയാക്കേണ്ട സമയമായിരിക്കുന്നു, ബട്ട് എന്ത് ചെയ്തിട്ടില്ല, പ്രോജക്റ്റ് ഇതുവരെയും പൂർത്തിയായിട്ടില്ല എന്ന കാര്യം ഞാൻ നിന്നോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഐ ഷുഡ് ലൈക്ക് ടു ടെൽ യു ദാറ്റ് വി ആർ യെറ്റ് ടു ഫിനിഷ് ദ കറണ്ട് പ്രോജക്റ്റ് നമ്മൾ പൂർത്തീകരിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഉണ്ടോ? അതാണ് അവിടെ യെറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വി ആർ യെറ്റ് ടു ഫിനിഷ്, അല്ലെ, ഈ സമയമാകുമ്പോഴേക്കും ഫിനിഷ് ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ ഫിനിഷ് ആയിട്ടില്ല എന്ന വിവരം ശരിക്ക് ചീത്ത പറയേണ്ടതാണ്. പക്ഷേ അത് വളരെ പൊളൈറ്റ് ആയിട്ടാണ് പറയുന്നത്. എന്തുപയോഗിച്ചിട്ട്? ഐ ഷുഡ് ലൈക്ക് ടു ടെൽ യു, ആ വിവരം ഞാൻ നിന്നോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ സാധാരണ പറയുന്ന പോലെ തന്നെ പറയാണ്, എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് കാണണം. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, സംശയം എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. ഇനി ഡൗട്ടല്ല, നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഒരു ബുദ്ധിമുട്ട്, ഒരു പ്രശ്നം വിചാരിക്കേണ്ട. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.